ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. അപ്പോൾ നമ്മൾ എരിവുള്ള ഒരു ചിക്കൻ ഗ്രീൻ പീസ് മസാല കഴിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി നമ്മൾക്കൊരു മധുരമാകാം. അപ്പോൾ നമ്മളുടെ മധുരം, ഈ മധുരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ അറിയാണ്ട് ഉള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇതിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മളുടെ റവ ലഡ്ഡു. റവ ലഡ്ഡു വളരെ കോമൺ ആണ്. നമ്മളുടെ പല ബേക്കറികളിലും പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമാണ് റവ ലഡ്ഡു. റവ ലഡ്ഡു എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം, അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബോംബെ റവ 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, പശുവിൻ പാൽ ആവശ്യാനുസരണം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം നമ്മൾ ഇതിന് ഒരുപാട് നെയ്യും വേണ്ട. പിന്നെന്താ പറയുക, ഒരു നമ്മൾ ചിലർക്ക് ഇത് പഞ്ചസാര പാവ് കാച്ചി അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ റവ ലഡ്ഡു തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ നെയ്യ്, അങ്ങനെ അളന്ന് വെച്ചിട്ടുണ്ട് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റി, കുറച്ച് എണ്ണത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് ബോംബെ റവയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചൊരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് മുഴുവനോടെ വേണമെന്നില്ല, ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് 2ആയിട്ട് മുറിച്ച് എടുക്കാം ഓരോന്നും. അങ്ങനെ 25 ഗ്രാംസ് കാഷ്യൂനട്ട്, 25 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് വറുക്കണം. എന്നിട്ട് ഇതേ നെയ്യിൽ തന്നെ നമ്മൾ റവയും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കും. അപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പൊടിച്ച പഞ്ചസാര. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തരിതരിപ്പായിട്ട് പൊടിച്ച പഞ്ചസാരയിലും ചെയ്യാം. ഒരുപാട് പൊടിക്കാതെ കുറച്ച് ഗ്രാന്യൂൾസ് ആയിട്ടുള്ള, അത് ചിലർക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാനിവിടെ പൗഡേർഡ് ഷുഗർ, അപ്പോൾ പൊടിച്ച പഞ്ചസാരയിൽ തന്നെ ചെയ്താൽ കൂടുതൽ കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് ചേരുവകളൊന്നുമില്ല. അണ്ടിപ്പരിപ്പിൻ്റെ നിറം മാറാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അത്ര മതി. നല്ല ബ്രൗൺ ആകണമെന്നില്ല. നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ബോംബെ റവ അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂക്കുന്ന പോലെ വറുക്കണം. കളറ് മാറാൻ പാടില്ല. ബോംബെ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറൊന്നും ആകണ്ട, നിറം മാറാത്ത രീതിയിലൊന്ന് മൂപ്പിക്കുക. കിസ്മിസോ ഏത് തരം ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസത്തിൽ, ഇപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന രീതിയല്ല, നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയും ആകാം. ഇതിനകത്ത് ആൽമണ്ട്സ് നുറുക്കിയിടാം, പിന്നെന്താ പിസ്ത വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്യാം. നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന റവ ലഡ്ഡു അതെങ്ങനെയായിരുന്നു അതുപോലെ. അപ്പോൾ ഇതിൻ്റെ മൂപ്പറിയുന്നത് എങ്ങനെയാണ്, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മണൽ പോലെ ശരിക്കും നല്ലതായിട്ട് ഒരു ക്രിസ്പി ഫീലിംഗ് ഉണ്ടാവും, ഒരു കരുകരുപ്പ് തോന്നിക്കും. നിറം മാറാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളായാലോ. ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ്, ഞാൻ പാക്കറ്റിൽ കിട്ടിയ റോസ്റ്റഡ് റവയാണ് വാങ്ങിയത്. അത് കാരണം ഒരുപാട് നേരം ഇട്ട് ഞാൻ മൂപ്പിക്കുന്നില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അളവെടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് നല്ല മധുരമാണ്. ഈ എന്താ പറയുക, ഈ ഒരു നമ്മളുടെ റവ ലഡ്ഡു നല്ല മധുരമാണ്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇതിനോടൊപ്പം നമ്മൾ ഏലക്കാപ്പൊടിയും ചേർക്കും. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടം അത്രത്തോളം ചേർക്കാം. 1/2 ടീസ്പൂണും ആകാം, 1/4 ആകാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ. അപ്പോൾ നന്നായി പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെന്താ നമ്മളുടെ റവ വറുത്തത്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ഇനി നമ്മളിതൊരു വേറെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തതുകൊണ്ട് നല്ല മധുരമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാല് ഏതാണ്ട് 1/2 കപ്പോളം പാൽ എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അളന്നൊഴിക്കാം. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി, ഒരുപാട് ചൂടിൽ കൈ വയ്ക്കണം എന്ന് നിർബന്ധമില്ല, ഇച്ചിരി ഒന്ന് ഇതായിട്ട് മതി മിക്സ് ചെയ്യാം. ആവശ്യാനുസരണം പാലൊഴിച്ചാൽ മതി. ഞാൻ 1/2 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടും.
ഒരല്പം പാൽ, 1 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം, നല്ല ടൈറ്റായിട്ട് ഉരുട്ടുക. അപ്പോൾ കൈ പൊള്ളുമൊന്നുമില്ല, ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കൈ പൊള്ളാനുള്ള അത്രയും ചൂടൊന്നുമില്ല. ഒരല്പം ഒന്ന് കൂളായിട്ടാണ് നമ്മൾ പാല് ചൂട് പാലല്ല ഒഴിച്ചിരിക്കുന്നത്, തണുത്ത പാല് തന്നെയാണ്. നല്ല ഷേപ്പിലുള്ള ഉണ്ടയായിട്ട് ഉരുട്ടിക്കഴിഞ്ഞു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ബാക്കിയിരിക്കുന്ന മാവിൽ നിന്നും വീണ്ടും ഉരുളകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഏതാണ്ട് സിമിലർ സൈസിൽ, ഏതാണ്ട് നമ്മളുടെ കൈയുടെ ഒരു അളവെടുത്തിട്ട് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലുള്ള റവ ലഡു ഉരുട്ടുകയാണ്. അപ്പോൾ ഈർപ്പം കുറഞ്ഞു വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് അല്പം കൂടി പാല് തെളിച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ഈ റവ കൂട്ടും ലഡ്ഡൂസായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളുടെ റവ ലഡ്ഡു എല്ലാം തന്നെ ഞാൻ ഉരുട്ടി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കറക്റ്റ് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്താൽ മതി പാല്. അതിൽ കൂടുതൽ വേണ്ടി വരില്ല. 2-2.25 അല്ലെങ്കിൽ മാക്സിമം 2.5 ടേബിൾ സ്പൂൺ പാല് മാത്രം മതിയാവും 1 കപ്പ് റവയ്ക്കും. അപ്പോൾ ഇച്ചിരി ഈർപ്പം കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഉരുട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇച്ചിരി കൂടെ ഈർപ്പം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ഉറഞ്ഞു വരികയും ചെയ്യും. അതല്ല പാല് ചേർത്തു അതുകൊണ്ട് ഇത് ഇരിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും, അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട, ഇത് ഇരിക്കും. അങ്ങനെ നമ്മളുടെ റവ ലഡു എല്ലാം തന്നെ ഞാനത് ഭംഗിയായിട്ടൊരു പാത്രത്തിൽ അടുക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് എണ്ണത്തിൽ 13 റവ ലഡു ഉണ്ട്. അപ്പോൾ ഏറ്റവും മേളിൽ ആ 13ാമൻ ഏറ്റവും മേളിലായിട്ട് വന്നു കഴിഞ്ഞു, ടോപ്പറായിട്ട് 12 പേര് ചുറ്റും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടും വളരെ നാടനായിട്ട് നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. ചിക്കൻ ഗ്രീൻ പീസ് മസാലയും അതുപോലെ തന്നെ നമ്മളുടെ റവ ലഡു. അപ്പോൾ ചിക്കൻ ഗ്രീൻ പീസ് മസാല നല്ല സ്പൈസി ആയിട്ടുള്ളൊരു വിഭവമാണ്, നല്ലൊരു ചിക്കനാണ് ചിക്കൻ മസാല. അതിന് നമുക്ക് ആപ്പം, ദോശ, പിന്നെന്താ ഇടിയപ്പം, പിന്നെന്താ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ കഴിക്കാനായിരിക്കും ഏറ്റവും നല്ലത്, ചപ്പാത്തി ഒക്കെ. പിന്നെ റവ ലഡു ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടംപോലെ കഴിക്കാം, എത്ര ദിവസം വേണമെങ്കിലും, എത്ര ഉണ്ട്, എത്ര തീരുന്നു അതനുസരിച്ചിട്ട്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.